അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് സാമുദായിക നേതാക്കളും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറും PKS സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ അടക്കമുള്ള നേതാക്കൾ ശബരിമല വികസനത്തിനായി ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ അണിനിരന്നു. ശബരിമല വികസനത്തിന് നാഴികക്കല്ലാകുന്ന ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാ സാമുദായിക സംഘടനകളും പരിപൂർണ പിന്തുണയാണ് പ്രഖ്യാപിച്ചത്. ശബരിമലയുടെ വികസനത്തിനായി ഏവരും സഹകരിക്കണമെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഒരുപാട് ഭക്തരെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാനും അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമ്പോൾ കേരളത്തിന് വേണ്ടിക്ക് മാത്രമല്ല നമുക്ക് എല്ലാ വിഭാഗം ചെറുതും വലുതുമായ പല ചെറിയ കച്ചവടക്കാർക്ക് വരെ സാമ്പത്തികമായി തൊഴിൽപരമായി പലതും ചെയ്യാൻ സാധിക്കുമെന്നുള്ള സത്യം അതിൻ്റെ ഉപതൊഴിൽ പലതുമുണ്ട്. അങ്ങനെ ഒരുപാട് സാമ്പത്തിക വളർച്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. പദ്ധതിയുമായി ആവിഷ്കരിച്ച് ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ഒന്നിച്ചു വന്ന ഈ കർമ്മ പദ്ധതികൾ നമുക്കെല്ലാം കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് തിരുത്തേണ്ടത് തിരുത്തിയും ഉൾക്കൊള്ളിക്കേണ്ട പലതുണ്ടെങ്കിൽ ഉൾക്കൊള്ളിച്ചും അതിനെ വിജയിപ്പിക്കുവാൻ നമ്മളെല്ലാം ശ്രമിക്കണം. ശബരിമലയുടെ വികസനത്തിന് ആഗോള അയ്യപ്പ സംഗമം പ്രയോജനപ്പെടുമെന്ന് NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും സംയുക്തമായി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം തീർച്ചയായിട്ടും ശബരിമല ദർശനത്തിനും ശബരിമലയുടെ വികസനത്തിനും ശബരിമല എത്തുന്ന ഭക്തജനങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം തീർച്ചയായിട്ടും അത് ഉപകരിക്കും. PKS സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാറും ആഗോള അയ്യപ്പ സംഗമത്തിന് ആശംസകൾ നേർന്നു. അയ്യപ്പ സംഗമം ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് സംഘടിപ്പിച്ചു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അതിൻ്റെ അയ്യപ്പ സംഗമത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ ആഗോള ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കാനന ക്ഷേത്രമായ ശബരിമലയുടെ വികസന കാര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ സാധ്യത തേടുന്ന ഒരു സംഗമത്തിന് പിന്തുണ കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്നെപ്പോലെയുള്ള സാമൂഹ്യ രംഗത്തുള്ള ആളുകളുടെ ഉത്തരവാദിത്വം. ശബരിമല തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠരര് മഹേശ്വര മോഹനര്, മല അരയ മഹാസഭാ ജനറൽ സെക്രട്ടറി PK സജീവ്, കേരള ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടി കരിമ്പുഴ രാമൻ തുടങ്ങിയവരും പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.